മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 286 എപ്പിസോഡിൽ ആംബ്രാഗ്രീസിയ എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒന്നാം ഭാഗത്തിൽ ആംബ്രാഗ്രീസിയയുടെ ഒരു ജനറൽ കണ്ടീഷൻ നമ്മൾ ഏകദേശം മനസ്സിലാക്കി. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് രണ്ടാം ഭാഗം. അതിൻ്റെ മെൻ്റൽ സിംറ്റംസ്, ഒരു ജനറൽ സിംറ്റംസിനെ കുറിച്ചുള്ള ജനറൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ള കുറച്ചുകൂടി വിശദീകരണം. ആളുടെ ഒരു മെലങ്കോളിക്കൽ സ്റ്റേറ്റ്, മനസ്സിൽ ദുഃഖം നിറഞ്ഞൊരവസ്ഥ, ആളുകൾ കൂടെ ഉണ്ടാകുന്നത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒരാൾ കൂടെ ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റുന്നില്ല, സംഗീതം അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനസ്സിൽ സങ്കടവും ദുഃഖവുമൊക്കെ വന്ന് അടിഞ്ഞു കൂടിയ ആകെ തകർന്ന ഒരവസ്ഥ. രോഗങ്ങളൊക്കെ ഒന്ന് സാധാരണഗതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ എന്തെങ്കിലും തകർച്ചകൾ സംഭവിച്ച്, അല്ലെങ്കിൽ ഉറ്റവരുടെ കുറേ മരണങ്ങൾ, ബിസിനസ് തകർച്ച, പഠന തകർച്ച അങ്ങനെയൊക്കെ സംഭവിച്ച് ഒരു മെൻ്റലി ഒരു പ്രിമച്ചർ ഓർഡിനൻസിൻ്റെ അവസ്ഥയിൽ വന്ന് ആകപ്പാടെ ജീവിതത്തിൽ തന്നെ വെറുക്കുന്നൊരവസ്ഥ. ആ ഒരു ചിത്രമാണ് വളരെ ഭംഗിയായിട്ട് കെൻ്റിയോടെ വരച്ചിടുന്നത്. ഒരു ആംബ്രാഗ്രീസിയ പേഷ്യൻ്റെ കണ്ടാൽ മനസ്സിലാവും. കൂട്ടത്തിൽ ഒരു കാര്യത്തിൽ നാറ്റർമ്യൂറുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു താരതമ്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾക്ക് പരിശോധിക്കാം. വൺ തിങ് റണ്ണിങ് ത്രൂ ദിസ് റെമഡി ഈസ് ദാറ്റ് ദ പ്രസൻസ് ഓഫ് അതർ പേഴ്സൺസ് അഗ്രവേറ്റ്സ് ദ സിംറ്റംസ്. ഇറ്റാലിസിലാണ്. മറ്റ് വ്യക്തികളുടെ സാന്നിധ്യം അയാളുടെ ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഓൾസോ ദ മാർക്ക്ഡ് അഗ്രവേഷൻ ഫ്രം കോൺവെർസേഷൻ. ആളുകൾ കൂടെ ഉണ്ടാകുന്ന മാത്രമല്ല, സംഭാഷണങ്ങൾ കൊണ്ട് പ്രശ്നം വർദ്ധിക്കുന്നു. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഈ ഒരു സ്ത്രീയുടെ ഒരവസ്ഥ പറയുകയാണ്. എ വുമൺ വെൻ അറ്റൻഡഡ് ബൈ എ നേഴ്സ് ഈസ് അൺഎബിൾ ടു ഹാവ് എ സ്റ്റൂൾ വിത്തൗട്ട് സെൻഡിങ് ദ നേഴ്സ് ഇൻ ടു അനദർ റൂം. പരിചാരിക കൂടെയുണ്ട്. അപ്പോൾ വയറ്റിൽ നിന്ന് പോകാൻ തോന്നി, പക്ഷേ ഈ പരിചാരിക കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. അവരെ പറഞ്ഞു വിട്ടിട്ട് വേണം അവർക്ക് പോകാൻ. ഇൻ സ്പൈറ്റ് ഓഫ് മച്ച് സ്ട്രെയിനിങ് ഷീ ക്യാൻ ഡു നത്തിങ് അൺലെസ് അലോൺ. എത്ര ശ്രമിച്ചാലും, ടോയ്ലറ്റിൽ പോയി എത്ര ശ്രമിച്ചാലും, ആ മുറിയിൽ വേറൊരു ആളുണ്ടെങ്കിൽ, പരിചാരികയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എത്ര സ്ട്രെയിൻ ചെയ്താലും പറ്റില്ല. ഒറ്റക്കായാലും മാത്രമേ നടക്കൂ. ഈ സെഡ് ദാറ്റ് ഇൻ നാറ്റർമ്യൂർ ദ പേഷ്യൻറ്റ് കനോട്ട് യൂറിനേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് അതർ പേഴ്സൺസ്. ഇനി മൂത്രമൊഴിക്കുന്ന കാര്യം, പൊതു ടോയ്ലറ്റുകളിൽ നിരനിരയായിട്ട് പലരും ഇരിക്കും. ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ദൂരെയൊക്കെ പോകുമ്പോൾ വഴിയരികിൽ കൂട്ടുകാരൊക്കെ നിരന്ന് നിന്ന് മൂത്രമൊഴിക്കും, പക്ഷെ പോകില്ല. ഞാനത് പറയാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ഞാൻ MSc പഠിക്കുമ്പോൾ ഹോസ്റ്റലുണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഈ ഒരു പ്രശ്നം ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഒരു മൂന്നാറിൽ ഒരു പഠനയാത്രയ്ക്ക് പോയി. മൂന്നാറിൽ പോയപ്പോൾ വിജനമായ പ്രദേശം, ഞങ്ങൾ 3 പേര് കൂടി മൂത്രമൊഴിക്കാൻ വേണ്ടി നിന്നു. 2 പേര് കഴിഞ്ഞു, ഇയാൾക്ക് പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ മറന്നിക്കാൻ പറഞ്ഞു. മറന്ന് പോവുകയും ചെയ്തു. ഞാൻ അന്ന് രാത്രി ഇയാളിത് ചോദിച്ചു, ഇത് ഈ പ്രശ്നമുണ്ടോ? പണ്ട് പോലെ ഉണ്ട്. ഞാൻ ഇയാളെ കണ്ടപ്പോൾ തന്നെ, എൻ്റെ അടുത്ത മുറിയിലായിരുന്നു, അടുത്ത സൗഹൃദമായിരുന്നു. ഇയാളുടെ ഒരു നാറ്റർമ്യൂർ ആണല്ലോ എന്നൊരു തോന്നൽ. എന്നൊക്കെ ഇതൊക്കെ വായിക്കുന്ന സമയം മെമ്മറിയും വളരെ നല്ല മെമ്മറിയാണ്. നാറ്റർമ്യൂർ ആണെന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഈ ഒരു അസുഖം കണ്ടുകൂടി ഞാനൊന്ന് കേസ് കാര്യമായിട്ട് എടുത്തു. ഒരു വീട്, കോഴിക്കോടായിരുന്നു വീട്, ഒരു പ്രദേശത്താണ്. അതിനടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഫോണുണ്ട്. ഒരു ദിവസം അമ്മയോട് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അമ്മ വിളിച്ചു. തിരക്കില്ലാത്തൊരു പോസ്റ്റ് ഓഫീസാണ്. ഒരു 10-20 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഹോസ്റ്റലിലേക്ക് വിളിച്ചിട്ട് ഒരു വിധം ഭംഗിയായിട്ട് കേസ് എടുത്തു. എന്നിട്ട് ഞാൻ പിറ്റേ ഞായറാഴ്ച ഇവനെയും കൂട്ടി ബാബുചേട്ടൻ്റെ പോയി. ബാബുചേട്ടൻ്റെ കഥകളൊക്കെ പറഞ്ഞു. കൂടുതലൊന്നും എടുക്കാനൊന്നുമില്ല, നാറ്റർമ്യൂർ തന്നെയാണ്. നാറ്റർമ്യൂർ കൊടുത്തു. അപ്പോൾ അവന് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കടുത്ത ആസ്മാറ്റിക്കായിരുന്നു. ആകെ ഒരു ശോഷിച്ച പ്രകൃതം. ഒരു 3 മാസത്തിനകം ആസ്മയിൽ ഗണ്യമായ കുറവുണ്ടായി. ഒറ്റ ഡോസ് കൊണ്ട് തന്നെ ഈ മൂത്രമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ പോയി. ശരീരം പുഷ്ടിപ്പെട്ടു. പിന്നീട് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. വേറെ 1-2 ബയോകെമിക്ക് കൊടുക്കേണ്ടി വന്നു. ഏതായാലും ഒരു സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴേക്കും തന്നെ ഈ ആസ്മ എന്നുള്ള പ്രശ്നമെല്ലാം പോയി. ആൾ ഒന്ന് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു.
It is said that in Natramur the patient cannot urinate in the presence of other persons. The urine will not start when anyone is around. ആരെങ്കിലും പരിസരത്തെങ്കിലും മൂത്രം പോയി തുടങ്ങില്ല. ദാറ്റ് ഇസ് സോർട്ട് ഓഫ് ജനറൽ ഫീച്ചർ ഓഫ് ദിസ് റെമഡി. ഈ ഔഷധത്തിൻ്റെ ആംബ്രാഗ്നീസിയയുടെ ഒരു ജനറൽ സ്റ്റേറ്റ് ആണത്. നാട്രമ്യൂറിലൊന്നും അങ്ങനെ അല്ല. അതുകൊണ്ടാണ് എൻ്റെ എടുത്തു പറയുന്നത്. ഇവിടെ അതൊരു ജനറൽ സ്റ്റേറ്റ് ആണ്. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആൻഡ് എംബ്രേസ്മെന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് അതർ പേഴ്സൺസ്. മറ്റുള്ളവർ സാന്നിധ്യത്തിൽ ആശയക്കുഴപ്പം, ആകെ ഒരു ചമ്മൽ എന്ന് പറയില്ലേ, എംബ്രേസ്ഡ് ആണ് ആൾ. എംബ്രേസ്മെന്റ് ഇൻ കമ്പനി, ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ, കൂട്ടുകൂടിയിരിക്കുന്ന സമയത്ത് ആകെ ഒരു ചമ്മൽ. ആസ് സൂൺ ആസ് ഹി ഗോസ് ഇൻ ടു കമ്പനി ദർ ഇസ് ഫ്ലഷിംഗ്, ട്രംബ്ലിംഗ്, നെർവസ് എക്സൈറ്റ്മെന്റ് ആൻഡ് ദ തോട്ട്സ് വാനിഷ്. ഒരു കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, പഠനത്തിൻ്റെ കാര്യത്തിലായാലും തൊഴിലിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പോയിരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ ആകെ മുഖമാകെ ചുവന്ന് തുടുക്കുന്നു, വിറയ്ക്കുന്നു, ആകെ ഉത്തേജിതാവസ്ഥയാകുന്നു, നെർവസ് ആകുന്നു, ചിന്തകൾ വാനിഷ് ചെയ്യുന്നു. എന്ത് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ചിന്തിക്കണ്ടേ? ചിന്തിക്കാൻ പറ്റും. ചിന്തകൾ മാഞ്ഞു പോകുന്നു. വിത്ത് ദി സിംറ്റംസ് ദ പേഷ്യൻ്റ് ഇമാജിൻസ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. ഈ ഒരു അവസ്ഥകൾ വെച്ചുകൊണ്ട് അയാൾ ചിന്തിക്കുകയാണ്, എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകുമോ, ഭ്രാന്തിലേക്ക് പോകുമോ. ഫൈനലി ഹി സെറ്റിൽസ് ഡൗൺ ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് മെലങ്കളി. ഒരു ഭ്രാന്തിലേക്കല്ല പോകുന്നത്, അയാൾ മെലങ്കളി, ദുഃഖിതാവസ്ഥ, സങ്കടം നിറഞ്ഞൊരവസ്ഥയിലേക്ക് അയാൾ പോവുകയാണ്. പ്രതീക്ഷയ്ക്കില്ല. മെലങ്കളി ഇവിടെ ഇറ്റാലിക്സാണ്. സാഡ്നെസ് ആൻഡ് ഡിസ്പയർ, ദുഃഖം, നിരാശ, എല്ലാം അതിൻ്റെ ഒരു ചെറിയ വകഭേദങ്ങൾ തന്നെ. ആൻഡ് ഡസ് നോട്ട് വാണ്ട് ടു ലീവ്. അതാണ് അടുത്ത പ്രശ്നം. ഇനി ജീവിക്കണ്ട. ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ആളുകളുടെ കൂട്ടത്തിൽ വയറ്റിൽ നിന്ന് പോകുന്നില്ല, മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി ജീവിക്കണ്ട എന്ന് തന്നെ ആൾ ചിന്തിച്ചു പോകും. ഹി ലോസ് ഹിസ് ലൈഫ്. അയാൾ ജീവിതത്തെ വെറുക്കുന്നു. ജീവിതത്തെ വെറുക്കുക ആ വില്ലിൻ്റെ മണ്ഡലത്തിലുള്ള ലക്ഷണമാണത്. ലോസ് ഹിസ് ലൈഫ് ആൻഡ് വാണ്ട്സ് ടു ഡൈ. മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഗ്രേറ്റ് സാഡ്നെസ്, അത് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അത് പ്രൂവർ പറഞ്ഞാൽ അല്ല, പേഷ്യൻ്റ് പറഞ്ഞായിരിക്കും. വീണ്ടും കൊട്ടേഷനാണ്. മെലങ്കൊളി സിറ്റ്സ് ഫോർ ഡേയ്സ് വീപ്പിംഗ്. ഈ സങ്കടം, ഖേദം ഒന്ന് നിറഞ്ഞിട്ട് ദിവസങ്ങളോളം ഇരുന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കും. സച്ച് ഈസ് ദ മെൻ്റൽ സ്റ്റേജ് ഓഫ് ദിസ് പ്രിമച്ചുർലി ഓൾഡ് പേഷ്യൻറ്റ് വിത്ത് ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ മെൻ്റൽ സ്റ്റേജിനെ കുറിച്ച് പറയുകയാണ്. പ്രിമച്ചുർലി ഓൾഡ്, നമ്മൾ നേരത്തെ കണ്ടാണത്. അകാലവാർദ്ധക്യം മാനസികമായിട്ട് ബാധിച്ച ഈ ഒരു മനുഷ്യൻ, അയാളുടെ മൊത്തം ഒരു ജീവിതാവസ്ഥ തകർന്നു കിടക്കുകയാണ്. പല കാരണങ്ങളുണ്ടോ, എന്ത് കാരണമുണ്ടാകാം. അങ്ങനെ ഒരാളുടെ മാനസികാവസ്ഥ ഇതാണ്. അയാൾക്ക് ദുഃഖമാണ് മനസ്സിൽ, സങ്കടമാണ്, ഖേദമാണ്, അയാൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, അയാൾ ജീവിതത്തെ വെറുക്കുന്നു. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് നമുക്കിതിൽ നിന്ന് അധികമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇറ്റ്സ് എ പിക്ചർ ഓഫ് എ റക്ക് ആൻഡ് ദ ക്വസ്റ്റ്യൻ വിൽ അറൈസ് when you find a patient that looks and acts in this way, whether you have received him in time to cure him. അപ്പോൾ റക്ക്, തകർന്നൊരു വ്യക്തി, ഷിപ്രക്ക് എന്നൊക്കെ പറയില്ലേ, കപ്പൽ ഛേദം, കപ്പൽ തകർന്നു. തകർന്ന കപ്പൽ കടലിൽ മുങ്ങിപ്പോവുകയുള്ളൂ, മിക്കവാറും രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി രക്ഷയില്ലാത്ത തരത്തിൽ മരണത്തിൻ്റെ അഗാധതയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നിരാശയുടെ അഗാധതയിലേക്ക് പോകുന്നൊരു മനുഷ്യൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നൊരു ചിന്ത ഇതാണ്. ഈ ഒരു തരത്തിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണാൻ ചെയ്യുന്നത്, ഇയാളെ സുഖപ്പെടുത്താൻ പറ്റിയൊരു സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സുഖപ്പെടുത്താമായിരുന്നല്ലോ. ആ ഒരു ഘട്ടം കടന്നുപോയി ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗണിലേക്ക് എത്തിയാൽ, വൈറ്റാലിറ്റി അറൗസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒരു വൈറ്റൽ റിയാക്ഷൻ, ഒരു പൊട്ടൻസി കൊടുക്കുന്ന ഒരു വൈറ്റൽ റിയാക്ഷനെ താങ്ങാൻ അയാൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുക്കാൻ പറ്റില്ല. അവിടെയും പ്രത്യാശയുടെ ഒരു അവസ്ഥയുണ്ട്. ബയോകെമിക്സിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. യു റെഡ്ലി സീ യു ഹാവ് ബിഫോർ യു വൺ ഹു ഈസ് ഗോയിങ് ഡൗൺ ഹിൽ ആൻഡ് ഗോയിങ് ടു ഇൻസാലിറ്റി ഓഫ് വൺ ഫോം ഓഫ് അതർ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനുഷ്യൻ, അയാൾ ഡൗൺ ഹിൽ, അയാൾ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക്, അയാളുടെ ആഴങ്ങളിലേക്ക് അയാൾ പോവുകയാണ്. അയാൾ കയറിപ്പോവുകയല്ല, താഴേക്ക് വരികയാണ്. അയാൾ ഏതോ ഒരു മനോവിഭ്രാന്തിയുടെ, ഇൻസാനിറ്റിയുടെ ഏതോ ഒരു രൂപത്തിലാണ്
സാനിറ്റിക്ക് പല രൂപങ്ങളുണ്ട്. ഏതൊരു രൂപത്തിലാണ് സാനിറ്റി, മനസ്സിൻ്റെ സാനിറ്റി പോയി. എ ഫിസിഷ്യൻ സീസ് എ ഫോർറണ്ണർ ഓഫ് എ ഗ്രേറ്റ് ബ്രേക്ക് ഡൗൺ. വലിയൊരു തകർച്ച, മരണത്തോളം എത്തുന്ന തകർച്ചയുടെ ഒരു മുന്നോടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഫിസിഷ്യൻ ആ രോഗി കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത് കാണണം എന്നാണ് എൻ്റെ ഇവിടെ വ്യംഗ്യമായിട്ട് പറയുന്നത്. വെൻ ഹി സീസ് ആൻ അംബ്രാഗ്രീസിയ പേഷ്യൻറ്റ് വിത്ത് ദ നെർവസ് മെൻ്റൽ സ്റ്റേറ്റ് ക്യൂറിങ്, ആകെ വിറക്കുന്നു, ആടുന്നു, ട്രംബ്ലിങ്ങിൻ്റെ സൂപ്പർലേറ്റീവാണ് ക്യൂറിങ്, ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഇൻ വൺ ഹു ഹാസ് വൺസ് എ സ്ട്രോങ് വിഗറസ് മാൻ. ഒരിക്കൽ അയാൾ കരുത്തയായിരുന്നു, വളരെ ഊർജ്ജസ്വലയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ആകെ തകർന്നടിഞ്ഞ് വിറച്ച് നടക്കുമ്പോൾ ഇങ്ങനെ ആടി ഒക്കെ നടക്കുകയാണ്. അയാൾ ജീവിതത്തിന് ഡൗൺ ഹില്ലാണ്, ഒരു റെക്ഡ് കണ്ടീഷനാണ്. അയാളെ കുറച്ചുകൂടി മുമ്പേ കണ്ടിരുന്നെങ്കിൽ എനിക്ക് സുഖപ്പെടുത്താനാവുമായിരുന്നല്ലോ. സം ഗ്രേറ്റ് ബിസിനസ് ഓർ ഡൊമസ്റ്റിക് ഷോക്ക് ഹാസ് കം അപ്പോൺ ദിസ് പേഷ്യൻസ്. അപ്പോൾ എന്തോ ഒരു സംഭവം, ചിലപ്പോൾ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു തകർച്ച, ഒരു ഞെട്ടൽ, ഒരു ആഘാതം, അയാൾ ബിസിനസ് തകർച്ചയാകാം, ബന്ധങ്ങളുടെ തകർച്ചയാകാം, ഉറ്റവരുടെ മരണമോ വേർപാടോ എന്തെങ്കിലുമൊക്കെ ആകാം. ഇറ്റ് ഈസ് നോട്ട് ദ ആസ്പെക്ട് യു സീ വെൻ ക്രൈസിസ് ഈസ് കമ്മിങ് ഓൺ. ഈ ക്ഷയരോഗം വരുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ അല്ലത്. യു ഡു നോട്ട് സീ ദ കാറ്ററ്റിക് കണ്ടീഷൻ. ഈ ഒരു ക്ഷയരോഗിയിൽ കാണുന്ന ആ ഒരു ശോഷിച്ച്, ആ ഒരു മാംസമൊക്കെ ശോഷിച്ചു പോയ എല്ലുപോലെ അവസ്ഥ അല്ലത്. ബട്ട് ഇറ്റ് ഈസ് എ പ്രൊസ്ട്രേഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം. ഇവിടെ ശരീരം ശോഷിച്ചല്ല, അയാളുടെ മനസ്സ്, അയാളുടെ നാഡീവ്യവസ്ഥ അത് ശോഷിച്ചു, അതിൻ്റെ പ്രൊസ്ട്രേഷനാണ്. അത് തളർന്നടിഞ്ഞ് നിലംപരിശായി പോയൊരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഒരു ക്ഷയരോഗിയുടെ ഒരു അവസ്ഥ അല്ല ഇത്, മെൻ്റലാണ്. നമ്മൾ ആദ്യം കണ്ടാണ് പ്രിമച്വർ ഓൾനെസ് ഫിസിക്കലല്ല, മെൻ്റലാണെന്നുള്ളത്. എ മാൻ ഗോസ് ത്രൂ എ ട്രയൽ ഓഫ് വൺ ഡെത്ത് ആഫ്റ്റർ അനദർ ഇൻ ദ ഫാമിലി. കുടുംബത്തിൽ ആവർത്തിച്ചുള്ള മരണം. ആൻഡ് ദർ സീം ടു ബി നത്തിങ് റിമെയിൻ. ഇനി ഒന്നും ബാക്കി നിൽക്കുന്നില്ല. ഹി കനോട്ട് ലുക്ക് അറ്റ് ഇറ്റ് ഫിലോസഫിക്കലി. അയാൾക്ക് അതിനെ തത്വചിന്തയുടെ കാഴ്ചപ്പാടുകൾക്ക് കാണാൻ പറ്റുന്നില്ല. മരണങ്ങളെ തത്വചിന്താപരമായി അല്ലെങ്കിൽ ആത്മീയപരമായി അയാൾക്ക് നോക്കിക്കാണാൻ പറ്റുന്നില്ല. അത് അയാളുടെ പോരായ്മയാണ്. മഹത്തായ ചില സാഹിത്യകൃതികളിൽ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, അദ്ദേഹത്തിന് കുട്ടികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് മരിച്ചു പോവുകയാണ്. കുട്ടി ശരിക്കും വളർത്തി ഒരു ഓമന കുഞ്ഞായി വളർന്നവരും മരിച്ചു പോകും, വീണ്ടും മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനെ ഫിലോസഫിക്കലായിട്ട് കണ്ടു. ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, ഉണ്ണിക്കണ്ണൻ മനസ്സിലോടിക്കുമ്പോൾ എന്തിനു ഉണ്ണികൾ വേണം എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഫിലോസഫിക്കലി നമ്മൾ കാണുക. അങ്ങനെ ഫിലോസഫിക്കലി കണ്ട് അതിനെ മറികടക്കാൻ പറ്റുക. അങ്ങനെ പലരുമുണ്ട്. ഭയങ്കരമായ തകർച്ചകൾ നേരിട്ട ആളുകൾ ലോക സാഹിത്യത്തിൽ നോക്കിയാൽ പലയിടത്തും കാണാൻ സാധിക്കും. നമ്മളൊക്കെ അറിവുള്ള വ്യക്തികൾ തന്നെ ഉണ്ടാകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് ഫിലോസഫിക്കലായിട്ട് നോക്കി കാണാൻ പറ്റുന്നില്ല. ആൾ മാനസികമായിട്ട് തകരുന്നു, അയാളുടെ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, അയാൾ മരണം ആഗ്രഹിക്കുന്നു. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ബിസിനസ്. അയാളുടെ വ്യാപാരം തകർന്നുണ്ടാകാം. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ദെൻ ഹി ടേക്സ് ഓൺ ഡ്രീമിനെസ്. അയാളുടെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പോയി, ബിസിനസ് തകർന്നു, കൂടെ നിന്നവർ തകർന്നുപോയി, ഒറ്റപ്പെട്ടു. അയാൾ ഒരു ഡ്രീമിനെസ്, അയാളുടെ സ്വപ്നലോകത്തിലേക്ക് എത്തുകയാണ്. ആൻഡ് വണ്ടേഴ്സ് വെദർ ലൈഫ് ഈസ് വർത്ത് ലിവിങ്. ഈ ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് അയാൾ അത്ഭുതപ്പെടുന്നു. തൻ്റെ ജീവിതം ജീവിക്കാൻ കൊള്ളാത്തതായി എന്നയാൾ ചിന്തിക്കുന്നു, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. then it is you get the ambrosia aspect. ആ ഒരു അവസ്ഥയിലാണ് ഒരു ആംബ്രാഗ്രീസിയുടെ ഒരു ആസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവിതത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ലോത്തിങ് ഓഫ് ലൈഫ്, തകർച്ചയെ തത്വചിന്താപരമായി ഫിലോസഫിക്കലായി ആത്മീയമായി ഒന്നും നോക്കിക്കാണാൻ പറ്റുന്നില്ല. അയാൾ ഒറ്റപ്പെടുന്നു, മനസ്സ് തകരുന്നു, ഡൗൺ ഹില്ലായി ഷിപ്രക്ക് പോലെ അയാൾ ഒരു വ്യക്തിയുടെ തകർച്ച, മുങ്ങിപ്പോകുന്നു. അതാണ് ഒരു ആംബ്രാഗ്രീഷ്യ പേഷ്യൻസിൻ്റെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇത് മനസ്സിൽ സൂക്ഷിക്കുക. മെനി ഓഫ് ദ കംപ്ലൈൻസ് കം ഓൺ ഇൻ ദ മോർണിംഗ് ആൻഡ് മെനി കം ഓൺ ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ പ്രഭാതത്തിൽ, ഇൻ ദ മോർണിംഗ് ഇറ്റാക്സ് ആണ്, പ്രഭാതത്തിൽ കംപ്ലൈൻസ് വരുന്നു, അഗ്രവേഷൻ അല്ല, പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു, ആഹാരം കഴിച്ച ശേഷം കണ്ടു തുടങ്ങുന്നു. അപ്പോൾ ആഫ്റ്റർ ഈറ്റിങ്ങും ഇൻ ദ മോർണിംഗും ഇറ്റാലിക്സിലാണ്. ഈ കൊട്ടേഷനാണ്. വേർട്ടിഗോ വിത്ത് ഫീലിംഗ് ഓഫ് വെയിറ്റ് ഓൺ വേർട്ടക്സ്
വേഴ്സ് ആഫ്റ്റർ സ്ലീപ്പ്. അപ്പോൾ തലകറക്കം, തലയുടെ ഉച്ചിയിൽ ഭാരത്ത് ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉറക്കത്തിന് ശേഷം വർദ്ധിക്കുന്നു. ബട്ട് എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ, അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് നിന്ന്. ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ്. ഇത് കെൻഡ് ആശ്രയിക്കുന്ന ആ ഒരു പ്രൈമറി ടെക്സ്റ്റ്, മെറ്റീരിയ മെഡിക്കൽ പ്രൈമറി ടെക്സ്റ്റിൽ ഇതില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ച ശേഷം വർദ്ധിക്കുകയും ചെയ്യും. അത് മെറ്റീരിയ മെഡിക്കൽ ഒറിജിനൽ ടെസ്റ്റ് ഇല്ലെങ്കിലും അതൊരു വസ്തുതയാണ്. പ്രഭാതത്തിൽ ഉറക്കത്തിന് ശേഷം, ആഹാരത്തിന് ശേഷം പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുക, വർദ്ധിക്കുക എന്ന് പറയുന്നത് ആംബ്രാഗ്രീഷ്യയിലുണ്ട്. ഈ വീണ്ടും കൊട്ടേഷനാണ്. ഹാഡ് ടു ലൈ ഡൗൺ ഓൺ അക്കൗണ്ട് ഓഫ് വെർട്ടിഗോ ആൻഡ് ഫീലിംഗ് ഓഫ് വീക്ക്നെസ് ഇൻ സ്റ്റൊമക്ക്. ഈ തലകറക്കം കൊണ്ട് ആൾ കിടക്കണം. തലകറക്കം കൊണ്ട് പല പ്രശ്നമാണ്. തലകറക്കം ചിലർക്ക് ഇരിക്കണം, എഴുന്നേക്കണം. ഇവിടെ തലകറക്കം കൊണ്ട് കിടക്കണം. വയറിൽ ഒരു ക്ഷീണം വയറിൽ അനുഭവപ്പെടുക. റണ്ണിങ് ത്രൂ ദ നെർവസ് സിംറ്റംസ് വി ഹാവ് മ്യൂസിക് ഈസ് ഇൻടോളറബിൾ. സംഗീതത്തെ അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. സംഗീതം സഹിക്കാൻ പറ്റില്ല. അതൊരു ഇയാളുടെ നെർവസും ഇയാളുടെ നാഡീസംബന്ധമായ ലക്ഷണത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. മ്യൂസിക് മേക്സ് ഹിം ട്രംബിൾ, അഗ്രവേറ്റ്സ് ഹിസ് മെന്റൽ സിംറ്റംസ് ആൻഡ് ഗിവ്സ് ഹിം പെയിൻ ഇൻ ദ ബാക്ക് ആസ് ഫ്രം എ ഹാമർ. സംഗീതം അയാൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടാകുന്നു. അയാൾ വിറയ്ക്കുന്നു. സംഗീതം കേൾക്കുമ്പോൾ അയാൾ വിറക്കുന്നു. അയാളുടെ മാനസിക ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. അയാൾക്ക് മുതുകിലൊരു വേദന, അല്ലെങ്കിൽ നടുവിന് വേദന. എങ്ങനെയാ? ഒരു ചുറ്റിയ കൊണ്ട് അടിച്ചാടുന്ന പോലെ. എ നമ്പർ ഓഫ് ഫിസിക്കൽ സിംറ്റംസ് ആർ ബ്രോട്ട് ഔട്ട് ബൈ ലിസണിങ് ടു മ്യൂസിക്. ഉണ്ടോ? സംഗീതം ശ്രവിക്കുന്നതുകൊണ്ട് ചില ശാരീരിക ലക്ഷണങ്ങൾ പുറത്തു വരിക കൂടി ചെയ്യുന്നു. ദ ടോൺ സീംസ് ആസ് ഇഫ് ദർ വർ എ മെറ്റീരിയൽ സബ്സ്റ്റൻസ് ടേക്കിംഗ് ഹോൾഡ് ഓഫ് ഹിം. സംഗീതത്തിൻ്റെ നാദങ്ങൾ, സംഗീത വീജികൾ അയാൾക്ക് ചുറ്റിയ കൊണ്ട് അടിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ അയാളുടെ കഴുത്തിൽ ആരെങ്കിലും പിടിക്കുന്ന പോലെയൊക്കെയാണ്. സംഗീതം കൊണ്ട് പൊതുവെ ആരോഗ്യവതികളിൽ മാനസികവും ശാരീരികവും ഒരു ഉന്മേഷമാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട്. പക്ഷേ ഇവിടെ അയാളുടെ ഒരു ഡിറേഞ്ച്ഡ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷനിൽ സംഗീതത്തിൻ്റെ നാദങ്ങൾ ഒരു വസ്തു, ഒരു ചുറ്റിയ കൊണ്ടോ മറ്റോ അയാളെ പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ചുറ്റിയ കൊണ്ട് അടിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് അയാളെ വിരിഞ്ഞു മുറുക്കുന്ന ഒരു കയർ കൊണ്ട് കെട്ടിയിടുന്ന പോലെയൊക്കെയുള്ള തോന്നൽ ഉണ്ടാക്കുന്നു. അത്ര വിചിത്രമായ അവസ്ഥയാണ് നോക്കുക. കംപ്ലൈൻസ് ആർ ഓഫൺ വൺ സൈഡഡ്. ഫിസിക്കൽ പ്രശ്നങ്ങൾ ഒരു വശമാണ്. വൺ സൈഡ് ഇറ്റാലിക്സ് ആണ്. പെർസ്പിറേഷൻ ഓൺ വൺ സൈഡ് ഓഫ് ദ ബോഡി. ഇനി വിയർപ്പിൻ്റെ കാര്യം ഒരു വശം മാത്രം വിയർക്കുന്നു. ആ എഫക്റ്റ്, ഒരു വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വിയർക്കുന്നു. ഇനി കൊട്ടേഷനാണ്. ഓൺ റൈറ്റ് സൈഡ് ഓഫ് ഹെഡ് എ സ്പോട്ട് വെർ ഹെയർ വെൻ ടച്ച് പെയിൻസ് ആസ് ഇഫ് സോർ. തലയുടെ വലതുവശത്ത് ഒരു സ്പോട്ട്, ഒരു ബിന്ദുവിൽ മുടിയിൽ തൊട്ടാൽ അവിടെ എന്തോ തല്ലുകൊണ്ട് ചതവുണ്ടായിട്ട് ഒരു നൊമ്പരം ഉണ്ടാകുന്ന പോലെ. ദ സെയിം സെൻസേഷൻ ഈസ് ഇൻ ദ സ്കിൻ, ഓവർ സെൻസിറ്റീവ് ടച്ച്. തൊലിയിലുണ്ടാകാം സ്പർശനത്തോട് അമിതമായ സംവേദനക്ഷമത. വീണ്ടും കൊട്ടേഷനാണ്. സ്കാൽ ഫീൽസ് സോർ ഇൻ ദ മോർണിംഗ് വെൻ അവേക്കിംഗ്. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തലയോട്ടിയിൽ ആകെ ഒരു നൊമ്പരം. ദിസ് ഇസ് ഫോളോഡ് ബൈ സെൻസേഷൻ ഓഫ് നംബ്രസ്. ഈ നൊമ്പരത്തിന് പിന്നാലെ ആകെ ഒരു മരവിച്ചൊരവസ്ഥയും കൂടി ഉണ്ടായി. ഒരാളുടെ പ്രൂവറുടെയോ പേഷ്യൻറ്റിൻ്റെയോ കൊട്ടേഷനാണ്. ദ വേർഡ് നംബ്നസ് വിൽ ഫൈൻഡ് റണ്ണിങ് ത്രൂ ദ കംപ്ലൈൻസ്. അപ്പോൾ ഈ നംബ്നസ് ഇറ്റാലിക്സ് ആണ്. ഈ മരവിപ്പ് എന്നുള്ളത് ഈ ആംബ്രാഗ്രീഷ്യ പേഷ്യൻറ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു പൊതു ഘടകമായിട്ട് വരുന്നുണ്ട്. വിൽ ഫൈൻഡ് എ പെക്യുലർ കൈൻഡ് ഓഫ് നംബ്നസ്. സവിശേഷമായ ഒരു തരം മരവിപ്പ്. അതെങ്ങനെയാണ്? സച്ച് ആസ് ബിലോങ് ടു ഓൾഡ് പീപ്പിൾ. അവിടെയും വരുന്നുണ്ടോ? പ്രിവിച്ചർ ഓൾഡ്നെസ് ആണ്. വൃദ്ധരിൽ കാണുന്ന ആ ഒരു മന്നിപ്പ്, മരവിപ്പ്. ഒരു വൃദ്ധ അവരുടെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് സംവേദനക്ഷമത നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. തൊട്ടാൽ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർ കാണുന്ന പോലെയുള്ളൊരു നംബ്നെസ്. ഡിമിനിഷ്ഡ് സെൻസിബിലിറ്റി ഓഫ് ദ പാർട്സ്, ഫീബിൾ സർക്കുലേഷൻ. കണ്ടോ? അതിൻ്റെ ഒരു കാരണം കൂടി പറയുകയാണ്. ശരീരഭാഗങ്ങളുടെ സെൻസിബിലിറ്റി, അതിൻ്റെ സംവേദനക്ഷമത കുറഞ്ഞു. അതിൻ്റെ സർക്കുലേഷൻ, രക്തചംക്രമണം മന്ദീഭവിച്ചു. വാർദ്ധക്യത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ. ഒരു പ്രിമച്വർ ഓൾഡ്നെസ്സിൻ്റെ
വിവിധ വശങ്ങൾ, ഒരു വളരെ സവിശേഷമായ മാനസികാവസ്ഥ, സംഗീതം എങ്ങനെ ഫിസിക്കലായിട്ട് കൂടി എഫക്റ്റ് ചെയ്യുന്നു, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവുകൾ, എത്രയോ വിലപ്പെട്ട അറിവുകളാണ് വരുന്നത്. വിലപ്പെട്ടൊരു ഔഷധം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളുണ്ട്. 1-2 എപ്പിസോഡുകൊണ്ട് തീരും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.